യെസ്, അങ്ങനെ ചെന്നൈ റൈനോസും സി സിയിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. വളരെ മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടാണ് അവർ സി സിയിൽ നിന്ന് പുറത്താകുന്നത്. നമുക്കറിയാം അവർ 3-ാം സ്ഥാനത്താണ് ഈ ഒരു ലീഗ് സ്റ്റേജ് പോയിന്റ് ടേബിളിൽ ഫിനിഷ് ചെയ്ത്. അതുകൊണ്ട് തന്നെ അവർക്ക് എലിമിനേറ്ററാണ് കളിക്കേണ്ടി വന്നത്. എന്തായാലും ഒരു ആദ്യത്തെ ഇന്നിങ്സ് ഏതാണ്ട് 116 റൺസ് നേടി, സെക്കൻഡ് ഇന്നിങ്സ് ഏതാണ്ട് 81 റൺസ്. ആദ്യത്തെ ഇന്നിങ്സ് മുംബൈ ഹീറോസ് 2 റൺസിൻ്റെ ലീഡ് നേടിയിട്ടുണ്ടായിരുന്നു സാക്കിബിൻ്റെ ബാറ്റിംഗ് എടുത്ത്. അതുപോലെ സെക്കൻഡ് ഇന്നിങ്സിൽ അവർ ആ ഒരു മാച്ച് വിജയിക്കുകയായിരുന്നു. 8.4 ഓവറിനുള്ളിൽ ഏതാണ്ട് 7 വിക്കറ്റിന് ജയമാണ് മുംബൈ ഹീറോസ് സ്വന്തമാക്കിയത്. സോ അങ്ങനെ നാളെ 6:30 നടക്കാൻ പോകുന്ന ക്വാളിഫയർ കളിക്കാൻ മുംബൈ ഹീറോസ് യോഗ്യത നേടി. അതായത് ബംഗാൾ ടൈഗേഴ്സ് അതുപോലെ തന്നെ കർണാടക ബുൾഡോസർ ആ ഒരു മാച്ചിൽ പരാജയപ്പെടുന്നവരായിട്ടായിരിക്കും അവർ ക്വാളിഫയർ കളിക്കേണ്ടി വരിക. അതുപോലെ തന്നെ എലിമിനേറ്റർ ആയതുകൊണ്ട് തന്നെ ചെന്നൈ റൈനേഴ്സ് സി സിയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്തായി. സോ ചെന്നൈ റൈനേഴ്സിൻ്റെ ഈ ഒരു സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ മികച്ചൊരു സീസൺ ആയിരുന്നു. കാരണം അവർ പ്ലേ ഓഫ് വരെ എത്തുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. കാരണം അവരുടെ ടീം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ബാറ്റിംഗ് കരുത്ത് വളരെയധികം കുറവായിരുന്നു. അതായത് അജയും അതുപോലെ തന്നെ വിക്രാന്തിനെയായിരുന്നു അവർ കൂടുതൽ വിശ്വസിച്ചത്. അതിനനുസരിച്ചുള്ള പ്രകടനം അവർ രണ്ടുപേരും കാഴ്ചവെക്കുകയും ചെയ്തു. പിന്നെ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബോളിംഗ് ആയിരുന്നു ചെന്നൈ റൈനേഴ്സിൻ്റെ ഇപ്രാവശ്യത്തെന്ന് പറയുന്നത്. ഭരത്തും ജീവയൊക്കെ അതായത് നേരത്തിനെക്കാട്ടി വളരെ ഇമ്പ്രൂവ് ആയിട്ടാണ് ഇപ്രാവശ്യം ബോൾ ചെയ്തത്. ഭോജ്പൂരി ദബാൻസ്, കേരള സ്ട്രൈക്കേഴ്സ്, പഞ്ചാബ് ദർശൻ തുടങ്ങിയ ടീമുകൾക്കെതിരെ വളരെ മികച്ചൊരു വിജയം തന്നെ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ അവരാകെ ലീഗ് മാച്ചിൽ പരാജയപ്പെടുന്നത് കർണാടക ബുൾഡോസർ മാത്രമായിട്ടാണ്. അതൊരു വലിയ പരാജയമായി പോയി. ഏതാണ്ട് 67 റൺസിനാണ് ആ ഒരു മാച്ച് പരാജയപ്പെടുന്നത്. അത്രയും റൺസിന് പരാജയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ക്വാളിഫയർ വരെ കളിക്കായിരുന്നു. സോ ഒരു ആവറേജ് ടീമായിരുന്നു. പക്ഷേ പെർഫോമൻസ് എന്ന് പറയുന്നത് എബോ ആവറേജ് തന്നെയായിരുന്നു. സോ ഒരു വിധത്തിലും ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട ആവശ്യം ചെന്നൈ റൈനേഴ്സിനില്ല. കാരണം അവരുടെ ആ ഒരു ടീം വെച്ച് നോക്കുമ്പോൾ അതിലൊക്കെ മികച്ച കളിയാണ് എല്ലാവരും കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ അവർ ഇന്നൊരു പ്ലെയറിനെ ഇറക്കി. അതായത് നേരത്തെ ഇറക്കി ഞാൻ കണ്ടിട്ടില്ല. ശരൺ എന്നാണ് ആ ഒരു പ്ലെയറുടെ പേര്. അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തത്. അതായത് ആദ്യത്തെ ഇന്നിങ്സ് ചെയ്ത 30 റൺസ് നേടി. നല്ലൊരു അറ്റാക്കിംഗ് രീതിയിൽ തന്നെയാണ് ബാറ്റ് ചെയ്തത്. അതുപോലെ തന്നെ വിക്കറ്റുകൾ നേടിയിരുന്നു. സോ വളരെ മികച്ചൊരു പ്ലെയറായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തുകൊണ്ടാണ് അത് നേരത്തെ ഇറക്കാത്തത് എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. സോ ഓവറോൾ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു അവർ ഈ ഒരു എലിമിനേറ്ററിലും കാഴ്ചവെച്ചത്. പിന്നെ ബോളിംഗ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണമായിരുന്നു. കാരണം അവരുടെ ശക്തി എന്ന് പറയുന്നത് ബോളിംഗ് ആയിരുന്നു. സോ അതുകൊണ്ടാണ് അവർ ഈ ഒരു മാച്ച് തോക്കാൻ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഇന്നിങ്സിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ബോളിംഗ് ചെയ്ത് കുറച്ച് റൺ കുറച്ചിരുന്നെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഈ ഒരു മാച്ച് വിജയിക്കുകയും ചെയ്യായിരുന്നു. എന്തായാലും മുംബൈ ഹീറോസ് നല്ലവണ്ണം കളിച്ചു. അവർ നെക്സ്റ്റ് റൗണ്ടിലേക്ക് കയറി. സോ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.